ഹായ് ഗായ്സ്, ഡിഡ് യു റിമെമ്പർ മീ? അപ്പോൾ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ന്യൂ സ്റ്റേറ്റ്സ് ലോഗോ ഒക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് നിങ്ങൾ കണ്ടു കാണും, നീലി ലോഗ. എന്തായാലും ഇങ്ങനത്തെ ഒരു പേരാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ ഇതുവരെയും കളിച്ചു നോക്കിയിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഒരു വട്ടം ഞാൻ കളിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് വേറെ ഏത് അക്കൗണ്ട്, ഗസ്റ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഫസ്റ്റ് വട്ടം ഫ്രീ ആയിട്ട് എന്തോ കളിക്കാൻ പറ്റും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു, ഞാൻ അത് എന്തൊക്കെയോ ചെയ്തു ഗൈസ്. എനിക്ക് തന്നെ അറിയില്ല ഇതെന്താന്ന്. ഇത് നമ്മളുടെ പബ്ജി BGMI പോലെയാണ്. ഞാൻ BGMI കളിക്കാനാണെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കെന്തോ കയറാൻ പറ്റണില്ല. എന്തായാലും നമ്മൾ കുറേ ദിവസമായി നമ്മളെ വീഡിയോ ഒക്കെ ചാനലിലിട്ടിട്ട്. കാരണമൊന്നുമില്ല, ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയറും കൂടെയാണ്. അത് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊരു സർവർ തുടങ്ങാനൊരു പ്ലാനുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ സെറ്റായിട്ടുണ്ട്. സർവർ തുടങ്ങാൻ തന്നെയാണ്, പക്ഷേ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്കുകളായിട്ടൊക്കെ നടക്കുമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാച്ച് വയ്ക്കാം. ഇതൊക്കെ എന്താണെന്നോ എനിക്കറിയില്ല. ഓക്കെ, ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ നീലി ലോക എന്നൊക്കെ പേരിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ഞാൻ ലോക സിനിമ കണ്ടിട്ട് വന്ന സമയമാണ്. അതുകൊണ്ടാണ് നേരെ നീലി ലോക. ആദ്യം കള്ളും കെട്ട നീലിയാണ് വിചാരിച്ചത്, പക്ഷേ അത് അത്രയും സ്പേസ് നമ്മളെ ന്യൂ സ്റ്റേറ്റ്സുകാർ അനുവദിച്ചില്ല. ന്യൂ സ്റ്റേറ്റ്സ് എന്നല്ല ഗെയിമിൻ്റെ പേര്, എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാച്ചിങ് ഫോളോ ചെയ്യും, മറ്റേ നമ്മളെ ഫ്രീ ഫയറിൽ ടൈമർ വയ്ക്കണമല്ലോ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് ട്രൈ ചെയ്യുവാണ്. ഇനിയും ഹൊറർ ഗെയിംസൊക്കെ വരുന്നുണ്ട്, മൾട്ടിപ്ലെയർ. ഓക്കെ, നമ്മളൊരു പോസ്റ്റ് ഇടുന്നുണ്ട് നമ്മളെ കൂടെ കളിക്കുന്ന ആൾക്കാരെയൊക്കെ. അപ്പം നമ്മളൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, സ്കോഡല്ലേ? സ്കോഡാണ്, ഈ സ്കോഡാണ്. ഓക്കെ, കുത്തിപ്പിടിച്ച് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഇതാണ് വെച്ചേക്കണത്. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ. അയ്യോ, ഇത് മാറിപ്പോയി ഡ്രസ്സ്. ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഗായ്സ്. അപ്പം തിരിച്ച് നമ്മളോട്ടെ ഷർട്ട് ഇട്ടു, പാൻറ്റ്. നീലി ലോക കറക്റ്റ് യൂണിഫോം, ഒരു ചുമപ്പ് യൂണിഫോം എല്ലാം, ജാക്കറ്റ് നമ്മളെ കല്യാണി പ്രദേശൻ്റെ എല്ലാം കിട്ടിയായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ കിട്ടൂല. ആകെ എനിക്കൊരു നല്ലൊരു ഇത് കിട്ടിയാണ്. പിന്നീട് അതിൻ്റെ അകത്ത് ഒരാൾ കിടന്ന് ഭയങ്കര സംസാരമായിരുന്നു ഗൈസ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസാരമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുക. അതിൻ്റെ അടുത്ത് ഇമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇമോട്ടൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു, അങ്ങോട്ട് നോക്കാനൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. അതെ, ന്യൂ സ്റ്റേറ്റ് മൊബൈൽ, നല്ല പേര്. അപ്പോൾ ഇതിന് PC ഉണ്ടോ? എല്ലാത്തിനും PC ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇമോട്ട് ഇട്ട് കളിക്കുവാണോ? ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ന്യൂ സ്റ്റേറ്റ്സ് ഒരു വട്ടേ കളിച്ചോളൂ. കളിക്കാം പബ്ജി. ഞാൻ ലെജൻഡായി ഗൈസ്. ലെജൻഡല്ല, അതായത് ആ സമയത്ത് നല്ല കളി. ഇപ്പോൾ ഇച്ചിരി കളിയുന്നുണ്ട് ഗൈസ്. പബ്ജീൻ്റെ വീഡിയോ ഒക്കെ വരും ഗൈസ് നമ്മളിനി. ഈ പബ്ജി ഭയങ്കര ഇഷ്ടപ്പെട്ടു BGMIനെക്കാട്ടിയും, എന്താ അറിയില്ല. പബ്ജി ചൈനീസ് വേർഷൻ, BGMI ഇന്ത്യൻ വേർഷൻ. ഒരു ബ്രോ കമൻറ്റ് ചെയ്തു അല്ലേ, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഒരു ബ്രോ വന്നതാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നപ്പം ഏതൊരാൾ എന്നെ ഇൻവൈറ്റ് ഒക്കെ ഇട്ട് ഫോളോ ചെയ്യാൻ. അങ്ങനെ എന്നെ ഫോളോ ചെയ്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെയും ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെ നിന്ന്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചാടുന്നത്, ഇങ്ങനെ താഴോട്ട് നോക്കി ചാടുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നമ്മൾ സ്കൂളിലോട്ടാണ് ഗൈസ് നമ്മൾ പോണത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് സ്കൂൾ പോയി നോക്കാം. ഞാൻ സ്കൂളിൽ കണ്ടില്ല. ഞാൻ മറ്റേത് എന്തോ പബ്ജി സ്കൂളുണ്ടെന്ന് തോന്നുന്നല്ലേ? പബ്ജി സ്കൂളുണ്ട്, ഞാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ കുതിരേൻ്റെ ഷോർട്സിൽ അവിടെ ആയിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ വന്നപ്പോഴേ ഒരു വണ്ടി വന്നു, അല്ല വണ്ടി കിട്ടി. ഈ വണ്ടി കയറാൻ പറ്റാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് ഈ വണ്ടി കയറാൻ നോക്കി, അപ്പോൾ ഈ വണ്ടിയും കയറ്റിയില്ല ഗൈസ്. 3G അവസ്ഥ. ഓക്കെ, എന്തായാലും രണ്ടിലും കയറ്റാത്ത എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അകത്തോട്ട് ലൂട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് കിട്ടി. പിന്നെ എന്തൊക്കെയാണ് കിട്ടി, അപ്പോൾ എനർജി ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വല്ലതും ഇതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഗണ്ണും എല്ലാം കിട്ടിയായിരുന്നെങ്കിൽ. കത്തിയുണ്ട് കേസ്, ഞാൻ സ്പെഷ്യലാണ്. കത്തി സ്പെഷ്യലിസ്റ്റ് ഇല്ലേ? കത്തി ഇല്ലേ? ഒരു ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഇത് കളിക്കുക, പൊട്ടാസ്, ഫ്രീ ഫയറിലെ പൊട്ടാസ് കളിക്കുക. അങ്ങനെ ഒരു ബാഗൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി പതുക്കെ ലൂട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ അത് ബാക്കിൽ നിന്ന് ഒരു വെടി വെക്കൽ, നേരെ കത്തി ഒറ്റ എടുക്കൽ. കത്തി എടുത്ത് പക്ഷേ കത്തി എവിടെയോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു ഗൈസ്. പിന്നെ കിട്ടി എനിക്ക് അവിടെ കണ്ടു. പിന്നെ എനിക്ക് ഗണ്ണിട്ട് കളിക്കാൻ അറിയില്ല, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഗണ്ണിട്ട് കളിക്കാൻ അങ്ങനെ അറിയില്ല. ഞാൻ കുത്തിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഞാൻ ഗണ്ണ് വെച്ച് നോക്കൊക്കെ അടിച്ച് പിന്നെ ഞാൻ ഇതൊക്കെ ആക്കി. പിന്നെ എനിക്ക് ഇവിടെ ഞാൻ കുറേ നോക്കിയിട്ടാണ് മറ്റേ ബട്ടൺ കണ്ടുപിടിച്ചത്, എന്തോന്ന് ഇതെടുക്കണം. പിന്നീട് ഗണ്ണൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓരോ ഗണ്ണൊക്കെ എടുത്ത് നോക്കി. നമുക്ക് വണ്ടി ഇട്ടുകൊണ്ടൊക്കെ പോകാൻ പറ്റും ഇതിൽ. ഞാൻ അങ്ങനെ കണ്ടു. ഇതിന് ശേഷം ഉണ്ടായിരുന്നു ഒന്ന് കണ്ടത്. പാൻറ്റ് ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉടുപ്പ് പാൻറ്റ് മാറ്റി പിന്നെ ഇട്ടു, മാറ്റി ഇട്ടും കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നു. പിന്നെ ഇച്ചിരി ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നു ഇങ്ങോട്ടും. എത്ര പേർക്ക് എൻ്റെ ഈ നീലി ലോക എന്ന് പറയുന്ന പേര് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ പബ്ജീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ മിസ്റ്റർ മലയാളി എന്നിട്ട സ്പെല്ലിങ് തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് ഗൈസ് ഇട്ടത്. മിസ്റ്റർ മലയാളി എന്നല്ല, മിസ്റ്റർ മലയാളി എങ്ങനെ എന്തായിരുന്നു ഇട്ടത്. അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു. മിസ്റ്റർ മലയാളി ഇടാൻ നോക്കി, പക്ഷെ അത് ഇട്ട് എക്സിസ്റ്റഡ് ആണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് ഗൈസ്. ഓക്കെ, അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി കിടക്കുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇമോട്ടൊക്കെ ഇട്ട് ഹായ് ഇമോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തമ്മയിലെടുക്കാമെന്ന് പറഞ്ഞിട്ട് തമ്മയിലെടുക്കാൻ പറ്റിയില്ല ഗൈസ്. 3G അവസ്ഥ. നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ട് പിന്നെ എനിക്ക് ആവണില്ല, എനിക്ക് ഇമോട്ട് ഇടാൻ പറ്റണില്ല ഗൈസ്. പിന്നെ എന്തോ പറ്റി, എനിക്കറിഞ്ഞൂടെ ഇതെന്താണ് ഇമോട്ട് ഇടാൻ പറ്റാത്തതെന്ന്. അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പുറത്ത് വണ്ടി കണ്ടത് ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ അപ്പുറത്തോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നു. ഇപ്പുറത്തൊരു വണ്ടി ഉണ്ട് കണ്ടു. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇതാണ് ഗൈസ് വിറ്റ്. അയ്യോ എന്നെ ഓർമ്മപ്പെടുത്തല്ലേ, ഞാൻ കുറച്ചാൾ മുന്നേ കയറി കളിച്ചതാണ് ഗൈസ് ഇത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്തം വരുന്നുണ്ട്. അപ്പം ഞാൻ അറിയാതെ ഇപ്പോൾ പാനിക്കായിട്ട് ബാക്കിലും ഫ്രണ്ടിലോട്ടും ഒക്കെ കയറി. എന്താണെന്ന് നോക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡിക്കി, അതായത് ടാങ്ക് അങ്ങനത്തെ ഒരു സാധനം കണ്ടു. അത് നമുക്ക് നിറയ്ക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടന്ന് ഒരുത്തൻ വെടി വെക്കുന്നു. അങ്ങനെ നേരെ ഗണ്ണ് പൊട്ടാസ് ഇത് എടുത്ത്, പിന്നെ ഒരു സ്നൈപ്പർ പോലത്തെ ഗണ്ണായിരുന്നു, ഇത് വെച്ച് ഞാൻ കുത്തി പിടിച്ചു. എൻ്റെ കത്തി എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതിൻ്റെ അകത്ത് കത്തി ഇല്ലേ, ആ കത്തി ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പബ്ജിയിലെ കത്തിയുള്ളൂ. എനിക്കത് വിഷമമായി ഗൈസ്. ഇതിൽ കത്തിയില്ലാത്തത്. ഞാൻ പബ്ജിയിലും അങ്ങനെയായിരുന്നു. അപ്പം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ, അതായത് നമ്മളെ മൈൻക്രാഫ്റ്റ് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. പിന്നീട് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിയൽ മൈൻക്രാഫ്റ്റ് വേണം ഗൈസ്, നമ്മൾ വാങ്ങണ മൈൻക്രാഫ്റ്റ്. ഓക്കെ, എന്തായാലും ഇവിടെ വന്ന് ബെറ്റ് ആയാലും കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ വാങ്ങിയ മൈൻക്രാഫ്റ്റ് ഉള്ളതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഡിക്കിയിലോട്ട് വന്ന് അവൻ്റെ ഗണ്ണും കൂടെ എടുത്ത് നമ്മൾ ഡിക്കി ഇടാനുള്ള പ്ലാനായി. അപ്പോൾ അത് ഡോറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തുറക്കാൻ പറ്റും. ഞാൻ ഇതാണ് നോക്കിയത്, ടാങ്ക് തുറക്കാൻ പറ്റുന്ന രീതി. അങ്ങനെ ഞാൻ കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഗൈസ് എൻ്റെ മാസ്റ്റർ പ്ലാനായിരുന്നു, അതായത് ഇതിൻ്റെ അകത്ത് സാധനം ഇടുന്നത്, അതായത് എൻ്റെ എടുത്തത് വെപ്പൺസൊക്കെ എടുത്ത് ഇതിലോട്ട് ഇടുന്ന രീതിയിൽ. അങ്ങനെ അത് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ അവൻ്റെയും സാധനം എടുത്ത് എൻ്റെ സാധനം അതിൻ്റെ അകത്ത് ഇട്ടുപോയി. അപ്പോഴേക്കും ഒരു എനിമി വന്ന് ഗൈസ്, 3G അവസ്ഥ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, അവൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് 2 എനിമി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരുത്തൻ വണ്ടി വിളിച്ചൊക്കെ വരണേ. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഒരുത്തം ഉണ്ടായിരുന്നു, അവനെ കുത്തിപ്പിടിച്ച് നോക്കടിച്ച്. ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇപ്പുറത്ത് വേറെ ഒരുത്തനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ എങ്ങനെയെങ്കിലും കുത്തിപ്പിടിച്ചെടുത്തു ഗൈസ്. ഇവനെയാണെങ്കിൽ ഇവൻ തുള്ളിക്കളികളും കുഞ്ഞിപ്പുഴ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എങ്ങനെയൊക്കെയോ ഞാൻ അടിച്ചെടുത്തു ഗൈസ്. അങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ എല്ലാവരും മറന്നു. അങ്ങനെ ഞാൻ അവൻ്റെയും കൂടെ ലൂട്ട് എടുക്കാൻ പോകുന്നത് അടുത്തതാണ്. അങ്ങനെ അവൻ്റെയും ലൂട്ട് എടുത്ത്, അതും എടുത്ത്, ഇതും എടുത്ത്, അങ്ങനെ അതും കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു എനിമീനെ പോലെ എനിക്ക് തോന്നി. ഞാൻ കാര്യമാക്കിയില്ല, ഞാനത് അവത്തോട്ടൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ അവത്തിരുന്ന ഗണ്ണൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഇതുവരെയും ഒരുത്തൻ്റെ സംസാരം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്, ഇതുവരെ ഒരുത്തൻ്റെ സംസാരം കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മളവിടെ നിന്ന് സാധനം എൻ്റെ കയ്യിലില്ല, ഗണ്ണ് എൻ്റെ കയ്യിലില്ല. ഉണ്ട് ഒരു 24
അതുകൊണ്ട് ഈ ആമോ ഉള്ളത്. അങ്ങനെ ഇതെടുത്ത് ഞാൻ ആമോ എടുത്ത് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്ക്രീൻ ഒന്ന് ഹാങ് ആയി ഗൈസ്. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോഴേക്കും ലവൻ അവിടെ നിൽക്കണം. എനിക്ക് കാണുന്നില്ല ക്ലിയറായിട്ട്. അങ്ങനത്തെ ഒരു ഗണ്ണല്ലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ സ്കോപ്പൊക്കെ ഇട്ട് ആ കിടന്ന പെട്ടീൻ്റെ സ്കോപ്പാണ്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ സ്കോപ്പൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെയോ അവനെ കൊന്നു ഗൈസ്. അങ്ങനെ നമ്മളെന്തായാലും ആ സാധനം എടുത്ത് 5 കില്ലിസായി ഗൈസ്. നമ്മൾ 5 പേരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 5 പേരെ കൊന്നിട്ടുണ്ട്. നമ്മൾ പബ്ജിയിൽ എത്ര പേരെ കൊന്നു ഗൈസ്? 15 കൊന്നിട്ടില്ല. എത്ര പേരെ കൊന്നിട്ടുണ്ട്? 8 അങ്ങനെന്തോ, എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ നമ്മളിത് എൻ്റെ അകത്ത് നമ്മളാ ഗൺസൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ കൈ കുറച്ച് ഗണ്ണ് വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തി. അങ്ങനെ ഗണ്ണ് ഇത് മതിയെന്നും പറഞ്ഞ് ഞാൻ വണ്ടി കയറി ഓട്ടിച്ച് ഗൈസ്. അതായത് വണ്ടി സാധാരണ ഓട്ടിക്കില്ല, അങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോയി. ഇനിയാണ് ഗൈസില്ല മെയിൻ കാര്യം. ഓക്കെ, നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോയി ഹെൽത്തൊക്കെ അടിച്ച് അവൻ്റെ ലാസ്റ്റ് കൊന്നവൻ്റെ പെട്ടി ഞാൻ എടുത്തില്ല കേട്ടാ. ഇതിൽ 100 പേരെന്തോ ഉണ്ട് ഗൈസ്. അതാണ് എനിക്ക് ഇത് കളിക്ക് എത്ര ഇഷ്ടം. പക്ഷേ നമ്മൾ ഫ്രീ ഫയറിൽ അത്ര ആൾക്കാരില്ല. അവിടെ നിന്ന് ഒരു തന്നെ നമ്മൾ കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ അവനെ സ്കോപ്പ് നിന്ന് വെടി വെച്ചു. പക്ഷെ വെടി എല്ലാം പകുതിയും കൊണ്ടത് എൻ്റെ വണ്ടിയിലായിരുന്നു. എന്നാലും ഞാൻ നോക്കിയില്ല. അങ്ങനെ ഇവൻ എൻ്റെ വണ്ടിയിലായിരുന്നു വെടി വെച്ചിരുന്നത് കൂടുതൽ. പിന്നെ ഞാൻ അവനെ നോക്കാക്കി എന്നാണ് വിചാരിച്ചത്. അവൻ ചാടി എന്തോ ചെയ്ത്. പിന്നെ ഇതൊക്കെ എനിക്ക് നോക്കാക്കുന്ന പോലെയായിരുന്നു തോന്നിയത് ഗൈസ്. ഓക്കെ, ഞാൻ അവനെ വെടി വെച്ച് അങ്ങനെ ഫൈനലി നോക്കാക്കി. അപ്പോൾ എൻ്റെ പേരൊക്കെ ഉണ്ട് ഗൈസ്, നീലി ലോക കിൽഡ് എൻ്റെ പേര് അങ്ങനെയില്ല. ഓക്കെ, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവൻ അങ്ങ് ഗിവപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ സാധനമൊക്കെ എടുത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉടുപ്പും പാൻറ്റും കിടന്ന് അത് എടുക്കണോ വേണ്ടയോ എന്നൊരു സംശയമായി. പിന്നെ എടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ അകത്തുള്ള സാധനമൊക്കെ എടുത്ത് പിന്നെ ഒരു ഉടുപ്പും പാൻറ്റും എടുത്തു ഗൈസ്. നമ്മൾ മറ്റേ കട്ട്വാസിൻ്റെ സാധനമൊക്കെ എടുത്തിട്ട് എങ്ങനെ ഞാൻ നേരെ നമ്മളെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ ഞാൻ പിന്നെ ക്യാപ്ഷൻ എടുക്കുക, അതായത് തമ്മയിൽ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് തമ്മയിൽ എടുക്കാൻ വേണ്ടി നേരത്തെ തമ്മയിൽ നടന്നില്ല. അങ്ങനെ വണ്ടീൻ്റെ അടുത്ത് നമുക്ക് എടുക്കാമെന്നും പറഞ്ഞ് വണ്ടീൻ്റെ അടുത്ത് പോയി ഗൈസ്. അങ്ങനെ വണ്ടീൻ്റെ അടുത്ത് നമ്മൾ ബാക്ക് തിരിഞ്ഞ് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം അടുത്തെത്തി. എന്നിട്ട് ഞാൻ നേരെ ക്യാമറേൻ്റെ ഓപ്ഷൻ വെച്ച് എങ്ങനെയൊക്കെ ഒരു തമ്മയിൽ പോലെ എടുക്കാൻ നോക്കി. പക്ഷേ പിന്നെയും പറ്റിയില്ല. എങ്ങനെയോ എടുത്തു ഗൈസ്. അങ്ങനെ ഫൈനലി ലാഗടിച്ചെടുത്തു. അങ്ങനെ ഞാൻ വണ്ടി കയറി. അങ്ങനെ അപ്പുറത്തുനിന്ന് ഒരു വെടി വെച്ച കേട്ടു. അങ്ങനെ ഞാൻ നേരെ വന്ന് ഇറങ്ങി. പിന്നീട് ഇപ്പോഴേക്കും നമുക്ക് 6 കില്ലായിട്ടുണ്ടായിരുന്നു. ഇവനെ നമ്മളെ പൊട്ടാസ് വെച്ച് അടിച്ചടിച്ച് നമ്മളെ തീർത്ത് അങ്ങനെ 7 കില്ലായി സക്സസ്ഫുള്ളി. അങ്ങനെ പിന്നെ ഉടുപ്പ് ഞാൻ നോക്കിയപ്പോൾ കണ്ണാടി ഗൈസ്, കണ്ണാടി കിട്ടിയേക്കുന്നു. വാ, ഇനി ഒരു തമ്മയിലും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചത്. ഇതാ കണ്ടോ ഈ കണ്ണാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ കണ്ണാടി. അങ്ങനെ കണ്ണാടി വെച്ച് തമ്മയിലെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മളെ വണ്ടി പുക പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വെടി വെച്ച് അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. നമ്മൾ തമ്മയിലൊക്കെ എടുത്തു. ഞങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും തമ്മയിലിട്ട് കണ്ടോ. ഓക്കെ, അപ്പം നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി നല്ല പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാര്യമാക്കിയില്ല. പുക വരും, അതങ്ങ് സാധാരണ പോവും. പിന്നീട് സോണ് വന്നു ഗൈസ്. പണി കിട്ടി, നല്ല പണി കിട്ടിയ ഒരു സമയം. സോൺ അങ്ങ് കയറി. എപ്പോഴേക്കും ഒരുത്തൻ അവിടെ നിന്ന് വെടിയും വെക്കണം നമ്മളെ വണ്ടിക്ക്. വണ്ടി താങ്ങൂ, കയറിയില്ല എന്നും പറഞ്ഞ് അങ്ങനെ കയറി ഗൈസ്. നമ്മൾ വണ്ടിയാണെങ്കിൽ പുകയൊക്കെ പിടിച്ചു തീർന്ന അവസ്ഥയായി ഗൈസ്. എന്നാലും ഞാൻ കാര്യമാക്കാതെ മെഡൊക്കെ അടിച്ച് സെറ്റായതാണ്. പക്ഷേ മല എന്നെ ചതിച്ചു ഗൈസ്. വണ്ടി നല്ല ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അനങ്ങണ പോലുമില്ല. പിന്നെ ഞാൻ അനങ്ങൂല അങ്ങനത്തെ ഇതായി ഗൈസ്. ഓട്ടോ ഒക്കെ ഇട്ട് ഞാൻ മെഡടിച്ച് ഓട്ടോ ഇട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. വണ്ടി പൊട്ടൂല. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു വണ്ടി പൊട്ടൂ എന്നുള്ള കാര്യം. അങ്ങനെ നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയി ഒരു പാറയിലിടിച്ചു. ഹാങ്ങായി. അങ്ങനെ വണ്ടി പിന്നെയും കത്തി. വണ്ടി പെട്ടെന്നൊരു ബ്ലാസ്റ്റ് തീർന്നിരിക്കുന്നു. അങ്ങനെ ഗൈസ് 3G ആയേ കണ്ണാടി. നമ്മളെ വണ്ടി മൊത്തം തീർന്നു ഗൈസ്. ഷിറ്റ്. സോണാണ് ഗൈസ് നമ്മളെ വണ്ടി കൊന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. വണ്ടി ട്രക്ക് ബാക്കിൽ വെക്കാൻ പറ്റണം.
ഇങ്ങനെ നമ്മൾ ആ വണ്ടി പോയിരിക്കുന്നു ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ ആ വണ്ടി പോയിരിക്കുകയാണ്. ഞാൻ കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തമ്മയിലെടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പം നമ്മൾ തീർന്നു. അങ്ങനെ നമ്മൾ എക്സിറ്റ് ആകുമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് റിവൈവിൻ്റെ സാധനം ഉണ്ട് എന്ന് ഇവർ പറഞ്ഞു. സ്പെക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കി ഭയങ്കര ലാഗ് അടിച്ചു. ഒരു ലാഗ് അടിച്ചു ഗൈസ്. പിന്നീട് വന്നു എന്തൊക്കെയാണ് വന്നു, ക്വിറ്റ് മാച്ച് UK അങ്ങനെ എന്തൊക്കെയോ വന്നു ഗൈസ്. ഡെവലപ്പഡ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എക്സിറ്റ് ഉണ്ടായിരുന്നു, ക്യാൻസൽ ഉണ്ടായിരുന്നു. ഞാൻ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഒന്നും കൂടെ വന്നു, ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്ത്. പിന്നെ ഹെൽപ്പ് മീ പറഞ്ഞ് കളിക്കുമായിരുന്നു കുറേ നേരം. ഹെൽപ്പ് മീ. അപ്പോൾ വേറൊരുത്തൻ പറയുന്നുണ്ട് ചെയ്യാമെന്ന്. ഓക്കെ, ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ റിവൈവ് മീ എന്ന് പറയുമ്പോൾ അവൻ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇവനല്ല, വേറൊരുത്തനാണ്. എനിക്കിപ്പോൾ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെയും പറഞ്ഞു ഹെൽപ്പ് മീ, ഓൾ റൈറ്റ്. അവൻ ഓൾ റൈറ്റ്, ഞാൻ ഹെൽപ്പ് മീ. ഓക്കെ, ഞാൻ ഹെൽപ്പ് മീ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ പറഞ്ഞ് ജസ്റ്റ് എ സെക്കൻഡ്, ഐ വിൽ സ്പോൺ യു അങ്ങനെ എന്തോ പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ അവനെ നോക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ മാറ്റാൻ നോക്കി. അപ്പോഴേക്കും ഇപ്പുറത്ത് ഇവനാണെന്ന് തോന്നുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. ആണോ? അല്ല ഇവനല്ല ഗൈസ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയൊക്കെ സ്വാപ്പ് ചെയ്ത് ഗൈസ്. അങ്ങനെ സ്വാപ്പ് ചെയ്തപ്പോൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹെൽപ്പ് മീ പറഞ്ഞ് അവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് റിവൈവ് മീ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ റിവൈവ് മീന്ന് 2 വട്ടം സ്കാം ചെയ്ത് ഗൈസ്. 3 വട്ടം സ്കാം ചെയ്യുന്നു. പറ്റുന്നത്ര ഞാൻ സ്കാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്തോ മണ്ടയിലോട്ട് ഒറ്റ എയർ ഗൈസ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് എന്നെ റിവൈവ് ചെയ്യാനുള്ള സാധനമായിരുന്നു. അങ്ങനെ ഗൈസ് എന്നെ പൊക്കി വിട്ടിരിക്കുന്നു. നമ്മൾ ഹെലികോപ്റ്ററിൽ, എല്ലാവരും പ്ലെയിനിൽ വരുന്നു, ഞാൻ മാത്രം ഹെലികോപ്റ്ററിൽ ജെറ്റിൽ ഒരു സെറ്റ് സാധനത്തിൽ വിടുന്നു. അങ്ങനെ ഇതിൽ വന്ന് നമ്മൾ രണ്ടാമത്തെ ലൈഫ് നമുക്ക് അവൻ തന്ന് അവൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി ഇറങ്ങുന്നതാണ്. എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, സോണ് കയറിയിട്ടുണ്ട്. എനിക്ക് സോണ് ഇറങ്ങാത്ത സമയത്ത് മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ ഇറങ്ങി ഗൈസ്. ഇപ്പോൾ എനിക്ക് ഡ്രസ്സൊന്നുമില്ല. അങ്ങനെ നമ്മൾ പപ്പരായിരിക്കുന്നു ഗൈസ്. നേരത്തെ ഒരു കയറും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മൾ തീർന്നു. അങ്ങനെ ഗൈസ് കാറൊക്കെ ഉണ്ടായിരുന്ന ഞാൻ നേരെ ഇങ്ങനെയായി മാറി. ഒരു തമ്മയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു തമ്മയിൽ അങ്ങെടുത്ത് തമ്മയിലെടുക്കലാണ് ഞാൻ. അങ്ങനെ നേരെ അവൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. അവൻ്റെ അടുത്ത് ലൂട്ട് എടുക്കാൻ വന്ന് ഇറങ്ങിയതാണ് ഗൈസ്. നമുക്ക് അവൻ നല്ലൊരു അവനല്ല, വേറൊരുത്തനായിരുന്നു. ഭയങ്കര ബ്ലബ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഭയങ്കര സംസാരം. അവനെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ എനിക്ക് വോയിസ് ഓവർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഇപ്പോൾ കുറേ നേരം എടുക്കും. കളിക്കുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, അപ്പോൾ ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നോയ്സ് ഇഷ്യൂസ് വരും അതപ്പം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നെ ഏതൊരു പാട്ട ഗണ്ണും കിട്ടിയ പാൻറ്റും ഇല്ലാതെ ഞാൻ നേരെ ചാടി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ഇനി ബുയൊന്നും അടിക്കാൻ പറ്റില്ല, അതായത് ചിക്കൻ ഡിന്നറൊന്നും അടിക്കാൻ പറ്റില്ല. ഇതിനകത്ത് എന്തോ നമ്മളുടെ BGMIയിലും PUBGയിലും ചിക്കൻ ഡിന്നർ, ഇതിലെന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാച്ചു ഒക്കെ കണ്ടുപിടിച്ച് ഗൈസ്. സ്റ്റാച്ചു ഓഫ് ചിക്കൻ ഡിന്നർ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ PUBG കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ ഐ നീഡ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഗൈസ്. അവൻ ഓൾ റൈറ്റ് എവിടെയാണ് പറഞ്ഞത്, എനിക്കത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ദ ട്രങ്ക് അങ്ങനെ എന്താ പറഞ്ഞത്. പിന്നെ എനിക്ക് ചാടി കയറാൻ പറ്റാത്ത ഒരു നീളം. അങ്ങനെ ഞാൻ പിന്നെ അറ്റത്തൂടെയൊക്കെ കയറി വലിഞ്ഞു പിടിച്ച് സോണ് വരുന്നത്. അതാണ് ഞാൻ ഓടുന്നത്. എനിക്ക് സോൺ ഇഷ്ടമല്ല. സോണാണ് എൻ്റെ വണ്ടീനെ തീർത്തത് ഗൈസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെയോ സാഹസികമായി മണ്ടയെ മുകളിൽ വലിഞ്ഞടിച്ച് കയറി. അങ്ങനെ അവൻ്റെ പച്ചേൻ്റെ അടുത്തോട്ട്, അത് എത്രാമത്തെ 4-ാമത്തവൻ്റെ അടുത്തോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ നേരത്തെ ആരായിരുന്നു പൊക്കിയിട്ടത്? 4-ാമത്തവൻ്റെ കേസ് എന്നെ നേരത്തെ പൊക്കിയിട്ടത്. അങ്ങനെ 4-ാമത്തവൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്താ അടുത്തറിഞ്ഞത്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ മനസ്സിലായ സ്മോക്ക് എന്ന് പറയുന്നൊരു സാധനമായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് തുണിയും മണിയൊക്കെ കിട്ടി ഗായ്സ്. ഡ്രസ്സും പാൻറ്റും ഒക്കെ കിട്ടി. അതൊക്കെ വലിച്ചേരി എടുത്തിട്ട് പിന്നെ ഞാൻ നേരെ കുഞ്ഞും കളിച്ച് ഡ്രസ്സൊക്കെ എടുത്ത്. ഇതിൻ്റെ അകത്ത് വെക്ടർ ഇരിക്കുന്നു. ഡബിൾ വെക്ടർ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ലെജൻഡ് ആയിരുന്നു ഇതിൽ. അങ്ങനെ ഗൈസ് നമ്മൾ സാധനമൊക്കെ എടുത്ത്. പക്ഷേ എൻ്റെ ഒരു ഷർട്ട് മാത്രമില്ലായിരുന്നു. ഷർട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് ബാക്ക് ടു റിച്ച് ലൈഫ് ആവായിരുന്നു. അതെ,
അങ്ങനെ നേരെ എന്താണ് സോണ്ട പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് എത്താറായി. അവൻ 60 മീറ്ററോ അതത്ര അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇതേ ബാക്കിൽ നിന്ന് സോണ് വരുന്നു, മൈ എനിമി. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തോട്ട് ഓടിച്ചാടി വന്ന്. അവൻ്റെ വണ്ടി ഉണ്ടാകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അവൻ്റെ വണ്ടിയിലായിരുന്നെന്ന്. ഇവനാണ് ഗൈസിനെ പൊക്കി വിട്ടത്. അവൻ്റെ നെറ്റ് പോയി ഗൈസ്. എൻ്റെ നെറ്റ് പോയില്ല കേട്ടോ, അവൻ്റെ പോയത്. അങ്ങനെ അവൻ്റെ അവിടെ നിന്ന് വെടിവെച്ച് കളിച്ച് പിന്നെ അവൻ്റെ നെറ്റ് പോയി തിരിച്ചു വന്നു. അവൻ ചാടി, അവൻ അവിടെ ആരും സ്കോപ്പ് വയ്ക്കുന്നു. ഞാൻ വലിയ സോണ് വന്നു. ഞാൻ ഓടി അങ്ങ് തള്ളി ഗൈസ്. എനിക്ക് ചാവാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഓടി തള്ളി ഗൈസ്. പക്ഷേ ഓടി തള്ളിയിട്ടും നോ രക്ഷ. അതെവിടെയോ നിന്നപ്പോൾ ഞാൻ ഇച്ചിരി ഫ്രണ്ടിൽ കയറി പ്രൊട്ടക്റ്റായി നേരെ മുകളിലോട്ട് പോയി. പക്ഷേ തീർന്നു ഗൈസ്, ഞാൻ തീർന്നിരിക്കുന്നു. എന്നെ ഒരുത്തൻ കൊന്നു ഗൈസ്, അവിടെ നിന്ന് കൊന്നു. ഞാൻ മൈക്ക് ഓണാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ എന്നെ കൊല്ലല്ലേ ബ്രോ. ഞാൻ പറഞ്ഞു എന്നെ കൊല്ലല്ലേ ബ്രോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ മലയാളികൾ എവിടെ അതിൻ്റെ അകത്ത് അല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ മൈൻക്രാഫ്റ്റും നമ്മളെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളെ ഡയറക്റ്റ്. പിന്നെ അവൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ്റെ നെറ്റ് പോയതാണോ അവൻ അവിടെ നിൽക്കണതാണോ എനിക്കൊന്നും മനസ്സിലായില്ല. സോൺ അടുത്തോട്ടും വരണുണ്ടായിരുന്നു. അവൻ എന്നെ പൊക്കിയില്ല ഗൈസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ എക്സിറ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇനി എന്തായാലും അവൻ്റെ കളി കാണാമെന്ന് വിചാരിച്ച്. ഇതാണ് ഗൈസ് വേറൊരുത്തൻ. ഇത് ഇവനും അടുത്തുണ്ടായിരുന്നു. ഇവൻ ഇച്ചിരി ദൂരെയായിരുന്നു, നല്ല ദൂരെയായിരുന്നു. നല്ല ദൂരെയായിരുന്നു ഇവൻ. ഞാൻ പറഞ്ഞ റിവൈവ് മീ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഇവനും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് മടുത്ത്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവൻ കിടക്കണ്. നേരത്തെ തന്നെ റിവൈവ് ചെയ്യാതിരുന്ന ഇതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പോഴും സോണ് കയറിയില്ലായിരുന്നു. സോൺ ഇപ്പോഴും കയറിയിട്ടില്ല. ഇവന് നെറ്റ് വന്നിരുന്നെങ്കിൽ ഇവന് പോവായിരുന്നു ഗൈസ്. പക്ഷേ നെറ്റ് വന്നില്ല. അപ്പോഴും ഇനി നമുക്ക് ഇതിൻ്റെ കളി കാണാമെന്നും പറഞ്ഞ് വിചാരിച്ച് ഗ്രീൻ ഫ്ലവർ ഗൺ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോഴേക്കും സോൺ കയറി, ഹീ ഡൈഡ്. ഓക്കെ, സോണ് കയറിയപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴും നെറ്റ് വന്നിട്ടില്ലല്ലേ അവൻ അപ്പോഴും നെറ്റ് വന്നിട്ടില്ല. ഇവ അവിടെ തേരാപ്പാര ഓടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ 6 പേരെ അല്ലേ, ഇവൻ 6 പേരെ ഇവൻ കൊന്നിട്ടുമുണ്ട് ഗൈസ്. അങ്ങനെ അതേ ഒരുത്തനെ അവിടെ കണ്ട് ഞാനങ്ങ് റിവൈൽമീന്ന് അങ്ങനെ ഒരുത്തനെ കണ്ടവൻ ഇവൻ പിന്നെ അവൻ അവിടെ കൊല്ലാൻ നോക്കണുണ്ട്. അവൻ അവിടെ ഇരുന്ന് അങ്ങനെ മറിഞ്ഞ് ചാടി ഓടി മറ്റേ നോക്കായതുപോലെ കിടന്നൊക്കെ പോയി ഗൈസ്. അങ്ങനെ പിന്നെ സാധനമൊക്കെ അവൻ ലൂട്ടൊക്കെ എടുത്ത്. ഇവൻ്റെ റിവ്യൂ എന്തിനാണോ പറയാം, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്താലേ അല്ല 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ തൊലയും ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 4 പേര്. അപ്പം എനിക്ക് ഉറപ്പായി നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ചു. 7 പേരെ കൊന്നവനല്ലേ. അപ്പം ഓൺലി 4 പേര് അലേവായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്നൊരു വെടി വന്നു. ഞാൻ വിചാരിച്ചു ഇവൻ ഇപ്പം അങ്ങ് തീർത്ത് കളയും. അങ്ങനെ അവനെയും തീർത്തു. ഓക്കെ, അവനെയും തീർത്തു. അവനങ്ങ് നോക്കായി. തീർന്നില്ല, നോക്കായിട്ടേക്കുമായിരുന്നു. അപ്പോഴേക്കും തീർന്നു. അങ്ങനെ അവൻ അപ്പുറത്തുനിന്ന് ഒരുത്തനെ കണ്ട്. ഇവൻ ക്യാമറ ഇങ്ങനെ ഔട്ടാക്കി. വല്ല ആവശ്യം ഉണ്ടായിരുന്ന എടാ, ഇവൻ ഒന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ചിക്കൻ ഡിന്നർ അടിക്കായിരുന്നു. ചിക്കൻ ഡിന്നർ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, ഹെൽത്ത് ഉണ്ടോ? ഇതെന്താണ് ക്യാമറ എങ്ങോട്ടോ ഇട്ടിട്ട് ഓടുന്ന ഇവൻ ഓടി സോണ് കയറുവാണോ? ഓക്കെ ഗൈസ്, അവൻ ഡെഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഓക്കെ, നമ്മളെന്തായാലും 7 കിൽസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഇറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിങ്. ബൈ.